സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാതായതോടെ റോഡരികിൽ പ്രതിഷേധ ഫ്ലക്സ് ഉയർത്തി വട്ടനാട് പാടശേഖര സമിതിയിലെ കർഷകർ. ഉൽപ്പാദിപ്പിച്ച നെല്ല് സപ്ലൈകോക്ക് നൽകി 2 മാസം പിന്നിട്ടിട്ടും കർഷകർക്ക് തുക ലഭിച്ചില്ല. ഇതോടെ പാട്ടത്തിനെടുത്തും കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും നെൽകൃഷി ഇറക്കിയ കർഷകരും കർഷക കുടുംബങ്ങളും ദുരിതത്തിലായി. നിരവധി തവണ പരാതി നൽകിയിട്ടും പണം ലഭിക്കാതായതോടെയാണ് കർഷകർ പ്രതിഷേധത്തിനിറങ്ങിയത്. 125 ഏക്കറിൽ വിളയിച്ചെടുത്ത 250 ടണ്ണോളം നെല്ലിന്റെ വിലയാണ് തങ്ങൾക്ക് ലഭിക്കാനുള്ളതെന്ന് കർഷകർ പറഞ്ഞു. പ്രതിഷേധമറിയിച്ച് കർഷകർ പ്രതിഷേധ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തു. ഇനിയും തുക ലഭിക്കാൻ വൈകിയാൽ കൃഷി എന്നേക്കുമായി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ഇവിടെ മാത്രമാണ് കൂടിയ ചാർജ്. മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇതിലൊക്കെ വളരെ കുറവാണ്. ഇവിടെ അവർ സമയബന്ധിതമായി അവർ പറഞ്ഞ നേരത്തെ വരില്ല. അതുമാതിരി തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ വളരെ കുറവാണ് ഇവിടുത്തേനായിട്ടും. ഇവിടെ ഏറ്റവും കൂടിയ യൂണിയൻ കൂലിയാണ് ഇവിടെ കൊടുക്കുന്നത്. തുടങ്ങിയിരിക്കുന്നത് വട്ടനാട് പാടശേഖരത്തിൽ 125 ഏക്കർ പണിയെടുത്തിട്ടുണ്ട്. കർഷകർക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. 2 മാസത്തിലേറെയായി. എല്ലാവരും വളരെ ബുദ്ധിമുട്ടിൽ ഓടുന്നതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവിടെ കാണിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ തരാമെന്നാണ് നമുക്ക് വകുപ്പ് തല ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ 15 ദിവസം കഴിയുക മാത്രമല്ല, 2 മാസത്തിലേറെയായി PRS കിട്ടിയിട്ട് ഇതുവരെ പലരും വായ്പ എടുത്തിട്ടും സ്വർണം വെച്ചിട്ടും ഇപ്പം ഈ ആൾക്കാരെ കാണുന്നവരല്ല, പാട്ടത്തിനെടുത്ത ആളുകളുണ്ട്. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.